ഹായ്, നമ്മുടെ ഹീലിംഗ് സെക്ഷൻ്റെ 5ാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 പാർട്ടുകളും കാണാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും നമ്മളോടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ എങ്ങനെയാണ് നമ്മൾ തകർന്നടിഞ്ഞ് ആ ഇരുട്ടിൻ്റെ ലോകത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കാത്ത തരത്തിൽ നമ്മളെ പിടിച്ചു വെക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തകർന്നടിയുക എന്ന് പറഞ്ഞാലും പരാജയപ്പെടുക എന്ന് പറഞ്ഞാലും രണ്ടാണ്. പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കോ സ്വപ്നങ്ങളിലേക്കോ ആഗ്രഹങ്ങളിലേക്കോ ഒക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ വന്നു ചേരുന്ന ഒന്നാണ് പരാജയം എന്ന് പറയുന്നത്. ഒരു പരാജയം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ പരാജയം നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരും എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് എന്നുള്ളത്. ആ തെറ്റുകളെ കണ്ടെത്തി ആ തെറ്റുകളെ തിരുത്തി ഇനി ഒരിക്കലും ആ തെറ്റുകൾ ആവർത്തിക്കാത്ത തരത്തിൽ നമ്മൾ വീണ്ടും ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. തകർന്നടിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ സ്വപ്നത്തിൽ ഒരു ഉയർന്ന അവസ്ഥയിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ നമ്മൾ താഴേക്ക് എത്താത്തൊരവസ്ഥ ഉണ്ട്. അതുപോലെയാണ് പെട്ടെന്ന് ശക്തമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്കൊന്ന് പിടിച്ചു കയറാനോ നമ്മളെ താങ്ങി നിർത്താനോ നമുക്കൊരു തണലായി നിൽക്കാനോ ഒരു മനുഷ്യരും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും നമ്മൾ പൂർണ്ണമായിട്ടും തകർന്നടിയുന്നൊരവസ്ഥയിൽ നമുക്കുണ്ടാവുക. ഇങ്ങനെ ഒരു തകർന്നടിഞ്ഞ അവസ്ഥ നമുക്കില്ലാതിരിക്കാനും ഇനി തകർന്ന അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ ശക്തമാക്കി നിർത്തിയിട്ട് ശക്തമായിട്ടുള്ള ഒന്നിനും തകർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിനും തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ശക്തമായിട്ടുള്ളൊരു വ്യക്തിത്വം നമ്മൾ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ശക്തമായിട്ടുള്ളൊരു വ്യക്തിത്വം നമുക്ക് കെട്ടിപ്പടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാലം നമുക്കുണ്ടായിട്ടുള്ള നമ്മളെ കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും നമ്മുടെ വ്യക്തിബന്ധങ്ങളോടും സമൂഹത്തോടും അങ്ങനെ പൊതുവെ എല്ലാ തലങ്ങളിലും നമുക്കുള്ള കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ഒക്കെ പുതുതായിട്ട് നമ്മൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതുവരെ നമുക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും നമ്മളെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു ലൂസറിൻ്റെ മൈൻഡ് സെറ്റാണ്. ഒരു പരാജയപ്പെട്ടവൻ്റെ ഒന്നും ചെയ്താലും വിജയിക്കാത്ത തരത്തിലുള്ള ഒരാളുടെ ഒരു മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്. ആ മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു വിന്നറിൻ്റെ മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഇത്രയും കാലം നമുക്കുണ്ടായിട്ടുള്ള വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ തയ്യാറാവണം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഈ ലൂസർ മൈൻഡ് സെറ്റിൽ നിന്ന് വിന്നർ മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് എടുക്കുക മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിലൂടെ പറഞ്ഞിട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.